ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരുന്നപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹത്തോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ പോലെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഇവിടെ കിട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പോഡ്കാസ്റ്റ് എടുക്കാനാണ്. വേണമെങ്കിൽ നമുക്കൊരു പോഡ്കാസ്റ്റ് എടുക്കാം ഇത് കഴിഞ്ഞിട്ട്. അല്ല, നാട്ടിൽ വരുമല്ലോ. നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ നിങ്ങൾ എപ്പോഴും ജനുവരിയിലല്ലേ വരുള്ളൂ? നോക്കാം. ഓക്കെ, അന്നേരത്തെ എങ്ങനെയാണ് നമുക്ക് പോഡ്കാസ്റ്റ് എടുക്കാം, എന്തെങ്കിലും ചെയ്യാം. സോ പോഡ്കാസ്റ്റിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ നിങ്ങളുടെ വിലയേറിയ സമയം സെന്റ് ലൂഷ്യ കവർ ചെയ്ത് പോട്ടെന്ന് വിചാരിച്ചാണ്. സെന്റ് ലൂഷ്യ കവർ ചെയ്ത് കഴിഞ്ഞു, കാണാനില്ല, നമുക്ക് ആ ഒരു രീതിയിലൊക്കെ ഉള്ളൂ. സോ എന്തായാലും സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിംഗ് മീ ഹിയർ ഫോർ ഫ്യൂ ഡേയ്സ്. And thank you so much for the time and effort for showing me around. No problem, my pleasure. As a tour guide, as a friend. Okay, that makes sense. I'm giving you multiple, profiles. So as a tour guide, as a friend, as a driver, as a എന്താ പറയാ, butler, kind of butler, chef, even chef. You prepared food for me. I also prepared food for you. Travel coordinator. പിന്നെ അങ്ങനെ നമ്മൾ ഞാൻ am so lucky. എന്താ അറിയോ, ഇന്ത്യൻ ടീമിനെ ഇവിടെ കരീബിയൻ രാജ്യങ്ങളിൽ കൊണ്ട് നടന്ന വ്യക്തിയാണ് ഇവിടെ സുജിത്ത് ഭക്തനെയും കൊണ്ട് നടന്നത്. എന്താല്ലേ ഇന്ത്യൻ ടീമിന്റെ ഒരു ഭാഗ്യം നോക്കണം. ഇന്ത്യൻ ടീമിന്റെ ഒരു ഭാഗ്യം അവരാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ പ്രവാസിയായിരിക്കുമ്പോൾ നിങ്ങൾ ലോക കേരള സഭയിലെ ഒരു അംഗം കൂടിയാണ്. ലോക കേരള സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു തരുമോ? വളരെ ചുരുക്കി തന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ആസ്കിങ്. അപ്പോൾ താങ്ക് യു ഫോർ സെയിങ് താങ്ക് യു. ലോക കേരള സഭയെക്കുറിച്ച് ചോദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വാക്കാണ് ലോക കേരള സഭ. നിർഭാഗ്യവശാൽ ഒരു കൂട്ടം ആൾക്കാർ വിചാരിക്കുന്നത് ഒരു പ്രാഞ്ചിയേട്ടന്മാരുടെ ഒരു പരിപാടിയാണ്. സത്യത്തിൽ എന്നാ തുടങ്ങുന്നത്? ഇത് യഥാർത്ഥ ആദ്യത്തെ ലോക കേരള സഭ 2018 ഞാൻ ആദ്യം ലോക കേരള സഭയിൽ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു കോൺസെപ്റ്റാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. അതായത് ചുരുക്കി അങ്ങ് പറയാം, അതായത് കേരളത്തിൻ്റെ വികസനത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചതാണ് പ്രവാസികൾ. ഗൾഫിലുള്ള പ്രവാസികളായാലും അമേരിക്കയിലുള്ള പ്രവാസികൾ, ലോകത്തെമ്പാടുമുള്ള മലയാളിയായിട്ടുള്ള പ്രവാസികൾ. പക്ഷേ കേരളത്തിൻ്റെ പോളിസി മേക്കിങ്ങിൽ അവർക്ക് റോളൊന്നുമില്ല. കേരളത്തിന്റെ വികസനത്തിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ വികസന മേഖലയിൽ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു റൈറ്റ് അതിനൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കില്ല. ആ പ്ലാറ്റ്ഫോം ആണ് ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ. കേരളത്തിന്റെ നയരൂപീകരണത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള പ്ലാറ്റ്ഫോമാണ് ലോക കേരള സഭ. അതേസമയം തന്നെ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളുടെ അവർ ഇതുവരെ ഏൺ ചെയ്ത അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ നോളജ് അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ആണ് ലോക കേരള സഭയുടെ ഉദ്ദേശം. ഇതൊരു പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉള്ള ഒരു സംഘടനയാണ്? അല്ലല്ല, ഒരിക്കലും അല്ല. ലോക കേരള സഭയുടെ സമ്മേളനം 2 വർഷം കൂടുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. തിരുവനന്തപുരത്ത് തന്നെ. അല്ല, അസംബ്ലിയിൽ എല്ലാ MLA-മാരും എക്സ്പെക്ട് ടു ബി ദ, എല്ലാ മന്ത്രിമാരും അവരുടെ സൗകര്യം കൂടെ അവർ ഇത്രയും പേരെ പ്രസൻസിൽ നമ്മൾ പറയാം. ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സുജിത്ത് ഒരു 86 രാജ്യങ്ങളിൽ പോയി. 86 രാജ്യങ്ങളിൽ പോയപ്പം കേരളമായിട്ട് സാമ്യമുള്ള പല സ്ഥലങ്ങൾ കണ്ട്, സാമ്യമില്ലാത്ത സ്ഥലങ്ങൾ കണ്ട്. ഇവിടെ കണ്ട പല കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നല്ല ബെസ്റ്റ്, വളരെ ജീവിതഗന്ധിയായ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് കള്ളു പിടിച്ച് നടക്കാനോ ആൾക്കാർ കള്ളു പിടിച്ച് നടത്തിക്കാനൊന്നും അല്ല. ഇതിന്റെ ലഭ്യത കൂടുമ്പോ ഇത് കുറയുമെന്നേ. കിട്ടാത്ത സാധനമല്ലേ ഒളിച്ചും പാത്ത് പഠിക്കണം. നമ്മളിവിടെ നോക്കും, റോഡ് സൈഡിൽ വെച്ച് ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നില്ല, അത്രയും പേര് അതിന്റെ മുന്നിൽ കൂടെ പോകുന്നത്. ഇനി അപ്പൊ നിങ്ങൾ കണ്ട ആ കാര്യങ്ങളും നിങ്ങളുടെ ആശയങ്ങളും നിങ്ങൾ എവിടെ പറയും? നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗിൽ പറയും. പക്ഷേ കേരളത്തിലെ ഡിസിഷൻ മേക്കേഴ്സ്, അത് ഏത് ഭരണമാവട്ടെ, ആ ഒരു ഇത് കാണുമെന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല. ആ പ്ലാറ്റ്ഫോമാണ് ലോക കേരള സഭ. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ആരുടെ മുന്നിലാണ് പറയുന്നത്? മുഖ്യമന്ത്രിയുണ്ട്, സംസ്ഥാനത്തെ ബാക്കി മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അവരുടെ മുന്നിലാണ് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പറയുന്നത്. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് പറയാം, കേൾക്കണോ എടുക്കണോ വേണ്ടേ? അല്ല, ഒരു സർക്കാരിൻ്റെതായ പരിമിതികളുണ്ട്. ഇപ്പൊ നമ്മൾ പറയും പിന്നെ കേരളത്തിൽ എത്ര പ്രവാസികൾ പുറത്തുണ്ടെന്ന് അറിയത്തില്ല. അതിൽ കേരള സർക്കാരിന് പരിമിതിയുണ്ട് അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ. കേരള സർക്കാരിന് എയർപോർട്ടിൽ പോയി സർവേ നടത്താൻ പറ്റത്തില്ല. ഗൾഫിൽ പോകുന്ന ഒരാൾ ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകും. അപ്പൊ ഈ വീട്ടുകാരെടുത്ത് ചോദിച്ചാൽ ഇൻകം ടാക്സ് തരാന്ന് പറഞ്ഞു വീട്ടുകാർ പറയും ഇപ്പോഴും ഗൾഫിലാന്ന് പറയും. അപ്പൊ കുടുംബശ്രീയൊക്കെ വെച്ചിട്ട് ഒരുപാട് ശ്രമം നടത്തിയെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരു കേരള സർക്കാരിന് പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യത്തിൽ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നു എന്നുള്ളത്, ഒന്നുമില്ലാത്തടത്ത് നമുക്ക് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം. അതിലെനിക്ക് സന്തോഷമുണ്ട്. നടപ്പിലാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ ആവശ്യം എന്നല്ല, സർക്കാർ നടപ്പിലാക്കാൻ പറ്റും നടപ്പിലാക്കുന്നത്. ഇപ്പം ആദ്യത്തെ ലോക കേരള സഭ കഴിഞ്ഞപ്പം തിരിച്ചു വരുന്ന പ്രവാസികളുടെ ക്ഷേമവും പുനരധിവാസ മാർഗവും എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വെച്ചു. ഡോക്ടർ ആസാദ് മൂപ്പനായിരുന്നു അതിന്റെ ചെയർമാൻ, ഞാൻ അതിലൊരു മെമ്പറായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റി വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പ്രവാസികൾക്ക് ഇൻഷുറൻസ് വേണമെന്നുള്ളത്. ആ സമയം വരെ കേരളത്തിൽ
അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ചിലതൊക്കെ നടപ്പിലാക്കുന്നുണ്ട്, ചിലതൊക്കെ നടപ്പിലാക്കാൻ ഇനി സമയമെടുക്കും. ഞാൻ കൊടുത്തൊരു നിർദ്ദേശമായിരുന്നു ഗൾഫിലുള്ള പ്രവാസികളുടെ തൊഴിൽ പരിചയം, വർക്ക് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് അവർക്ക് ഇവിടെ ഒരു എക്സാം നടത്തി ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർക്ക് അത് വെച്ച് ആ ട്രേഡിൽ തന്നെ എന്തെങ്കിലും. അപ്പം പക്ഷേ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വേറെ, വിദ്യാഭ്യാസ വകുപ്പ് വേറെ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് വേറെ, ആരോഗ്യ വിദ്യാഭ്യാസം ഇതെല്ലാം വേറെ ആണെങ്കിൽ ഇത് തമ്മിലൊരു ഏകോപനം ഇല്ല തന്നെ. അതാ പ്രശ്നം. അപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ബ്രില്യന്റ് ഐഡിയ ആണ്, ചില സമയത്ത് ഈ ഐഡിയ എങ്ങെത്തത്തില്ല. അത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആൾക്കാർക്ക് അത് ഗവൺമെന്റ് ഇരിക്കുന്നവർക്ക് അതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ ബ്രേക്ക് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. നമുക്ക് ഈ ആശയങ്ങൾ പറയാനേ പറ്റത്തുള്ളൂ. ആശയങ്ങൾ പറയാൻ അവസരം ഉണ്ടാവും എന്നുള്ളത് ഇസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഞാനതിനെ അങ്ങനെ കാണുന്നത്. ഒരു കാര്യം കൂടെ പെട്ടെന്ന് എന്നെ ഒരു ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കെനിയയിൽ ഒരാൾ കാട്ടിൽ പോയിട്ട് കാർ അവിടെ വെച്ച് കേടായി, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ലോകകേരള സഭയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ് കെനിയ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് സുജിത് ശങ്കർ. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു, തൊട്ട് നമുക്ക് ശരിയാക്കാം, 1 മണിക്കൂറിന്റെ കാര്യങ്ങൾ പറയും. അത് ഇതിന് എൻ്റെ പേഴ്സണൽ ഉണ്ടായ ഒരു എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു മലയാളികൾക്ക് കോവിഡ് സമയത്തൊക്കെ പ്രത്യേകിച്ച് എന്നെ ഒരാൾ വിളിച്ചിട്ട് ഒരു അർജന്റീനയിൽ മലയാളി പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മലയാളി നെറ്റ്വർക്ക് ഉണ്ടായി വരുന്നു. പിന്നെ മലയാളി നെറ്റ്വർക്കിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എത്ര രൂപകാരങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ WMF നിങ്ങളെ പരിചയപ്പെട്ടു. ഞാൻ കോവിഡിൽ ലോക്ക്ഡൌണിൽ പെട്ടപ്പം WMF വഴി തന്നെയാണ് ഈ പറഞ്ഞ സുധീർ ഭായിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ ഓരോ നാട്ടില് നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ. ഇപ്പം ഞാനിവിടെ വന്ന് എനിക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതമോ എന്തെങ്കിലും സംഭവം ഉണ്ടായി, എന്ത് ചെയ്യും? ഒരു മലയാളി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹി വിൽ കം ഫോർ എ ഹെൽപ്പ് എന്നുള്ളൊരു വിശ്വാസം. മനസ്സിലായില്ലേ? അങ്ങനെ പല നാട്ടിൽ പോകുമ്പോഴും നമ്മൾ കാണുന്ന പല പ്രവാസികളും, നമ്മൾ പരിചയപ്പെടുന്ന പല പ്രവാസികളും സത്യം പറഞ്ഞാൽ അവർ നമ്മൾ ആരാന്ന് പോലും അറിയാതെ സഹായിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ഒന്നാമത് മലയാളികൾക്ക് അങ്ങനെ ടെൻഡൻസി ഉണ്ട് താനും, ആൾക്കാരെ സഹായിക്കാൻ ടെൻഡൻസി ഉണ്ട് താനും. അതെ. അപ്പം ഈ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഇതിലൂടെ ലോകകേരള സഭയെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു ആഗ്രഹം. സുജിത്തിന് അത് ചോദിക്കാൻ തോന്നുന്നില്ല. ഞാൻ വീണ്ടും എന്നെ നന്ദി രേഖപ്പെടും. ആൾക്കാർ ഒരുപാട് സമയത്ത് വരെ പറഞ്ഞു, അയ്യോ ലോകകേരള സഭ പ്രാഞ്ചേട്ടന്മാരുടെ സമ്മേളനം, കോട്ടിട്ടവരുടെ സമ്മേളനം എന്ന് പറഞ്ഞു. ഇത് കോട്ടിടണം നിർബന്ധമുണ്ട് ഇല്ലെന്നേ. ഇത് മാത്രമല്ല വേറെ കാര്യം ആലോചിച്ചോണം, ഇത് ഈസി അല്ല. നമ്മൾ ഈ രാജ്യത്ത് നിന്ന് കെട്ടിപ്പറക്കി 30 മണിക്കൂർ ഫ്ലൈ ചെയ്ത് തിരുവനന്തപുരത്ത് പോയി 2 ദിവസം താമസമൊക്കെ അവർ തരും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഓരോ രാജ്യത്തു നിന്നും വരുന്ന ആളുകൾക്ക് വരാനും പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ തരുമോ? ഇല്ലില്ല. ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും തരത്തില്ല? അതൊന്നും സർക്കാർ തരില്ല? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ബിസിനസ് ക്ലാസ് കയറിയിട്ടില്ല. എനിക്ക് ഇതുവരെ കിട്ടില്ല. എനിക്ക് തോന്നുന്നു ആർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാതെ ഒന്നിലാവത്തില്ല. പക്ഷെ അത് ഇപ്പം സെന്റ് ലൂഷ്യയൊക്കെയാണ് ചെറിയ സ്ഥലം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നവർക്ക് വലിയ പാടില്ല. US നിന്ന് വരുന്നവർക്കൊക്കെ അവർക്ക് പലരും വലിയ ബിസിനസ്സുകാരൊക്കെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇതുവരെ എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് 60-70 രാജ്യങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു മെമ്പർ മാത്രമേ ലോകകേരള സഭ അംഗം മാത്രമേ. ഞാൻ അംഗം എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ അത്തരം കണക്കുകൾ പറയേണ്ടത് അവരാണ്. എത്ര രാജ്യങ്ങളിൽ പങ്കെടുത്തു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യമായിട്ട് നോർക്കയുടെ ഒരു വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ഉണ്ട് പ്രവാസികളുടെ. അതുപോലും ചെയ്യാത്ത ആൾക്കാരായിരിക്കും ഭൂരിഭാഗം പ്രവാസികൾ, അല്ലേ? അതെ, ബഹുഭൂരിപക്ഷം ഇൻഷുറൻസ് ഉണ്ട്. അതെ, ആണല്ലേ? ഞാൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് തന്നെ ചെയ്തേക്കാം. കേരളത്തിന് പുറത്ത് മലയാളികൾ താമസിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറത്തിറക്കിയപ്പോഴേ അതിലേക്ക് ഒറ്റ കരിമീൻ രാജ്യത്തൊന്നും ആരുമില്ല. ഇല്ല അല്ലേ? കാര്യം എന്താ പറയാ, ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.